ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 26 ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് 4ാം തിരുവുത്സവം. ഭഗവതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നും ആവാഹിക്കുകയും ഉടവാളിൽ കുടിയിരുത്തുകയും കാപ്പുകെട്ടി ദേവിയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തുകയും ചെയ്തതിനു ശേഷം ഓരോ ദിവസവും തോറ്റം പാട്ട് എന്ന ആ ഒരു പാട്ടിലൂടെ ദേവിയുടെ ജീവിതയാത്ര പാടാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ ഏതു പാട്ടാണ് പാടുന്നത്, ആ പാട്ടിന്റെ കഥാസന്ദർഭം എന്താണ് എന്ന് പറഞ്ഞു പോരുന്നുണ്ട്. എല്ലാവരും തന്നെ ദേവിയുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം പൊങ്കാല ഇടുമ്പോൾ ഭഗവതിയുടെ മാനസികാവസ്ഥ എന്താണോ ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആ കൂടി നിൽക്കുന്ന ആളുകളുടെ, ഭഗവതിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മളും എത്തിച്ചേരും. അതോടുകൂടി നമ്മുടെ ആ പൊങ്കാല ഇടുന്നതിൻ്റെ ആ ഒരു പൂർണ്ണത ഉണ്ടാകും. പൊങ്കാല ഇടുന്ന ആളുകളും അല്ലാത്തവരും ഇനിയുള്ള ആ ഒരു 9 ദിവസം, അതായത് ഉത്സവം കൊടിയേറി ആ ഒരു 9 ദിവസം ഭഗവതിയുടെ കൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഭഗവതിയുടെ ജീവിതത്തിന്റെ കൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പുണ്യമാണ്. അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടുന്നവരും അല്ലാത്തവരും ഓരോ ദിവസവും ഭഗവതിയുടെ ഏത് കഥയാണ് ക്ഷേത്രത്തിൽ പറയുന്നത് എന്നതനുസരിച്ചിട്ട് ആ കഥയുടെ കൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യവും ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരുന്ന ഈ നാമങ്ങൾ ഈ ദിവസങ്ങളിൽ മാത്രമല്ല, പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ നാമങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ജപത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. 2026 ഫെബ്രുവരി 26 അന്ന് 4ാം തിരുവുത്സവമാണ്. കഴിഞ്ഞ ദിവസം 3ാം തിരുവുത്സവ ദിവസം, അന്ന് കോവലനും കണ്ണകിയുമായിട്ടുള്ള വിവാഹമാണ്. അതായത് ഇന്ന് കോവലനും കണ്ണകിയുമായിട്ടുള്ള വിവാഹമാണ്. നമ്മൾ ആ വിവാഹത്തിലെല്ലാം പങ്കെടുത്തു, അല്ലെ? നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആ വിവാഹത്തിൽ പങ്കെടുത്തു. അതിനുശേഷം കണ്ണകിയും കോവലനും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഥ അവസാനിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരിക്കല് ചോള രാജാവിൻ്റെ സദസ്സിൽ വെച്ച്, ചോള രാജാവായ കരിങ്കാലന്റെ സദസ്സിൽ വെച്ച് അതിസുന്ദരിയായ പ്രഗത്ഭയായ ഒരു നർത്തകിയെ കോവലൻ കണ്ടുമുട്ടുന്നു. ചോള രാജാവിൻ്റെ കയ്യിൽ നിന്നും പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു അതിസുന്ദരിയായ പ്രഗത്ഭയായ ഒരു നർത്തകിയാണ്. തലൈക്കോൽ എന്ന പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട്. രാജാവാണ് കൊടുക്കുന്നത്, ചോള രാജാവായ കരിങ്കാലൻ. 11 തരം നൃത്തങ്ങൾ അറിയാവുന്ന പ്രഗത്ഭയായ നർത്തകിയാണ്. ആ നർത്തകിയുടെ പേര് മാധവി എന്നാണ്. അതിസുന്ദരിയാണ്, നൃത്തത്തിൽ വലിയ പ്രാവീണ്യം ഉള്ളവളാണ്. ഈ മാധവിയുമായി കോവലൻ പരിചയപ്പെടുന്നു. കോവലന് പിന്നീട് മാധവിയോട് പ്രണയം തോന്നുന്നു. അങ്ങനെ പ്രണയം കൂടിയിട്ട് കോവലൻ കണ്ണകിയെ ഉപേക്ഷിച്ചിട്ട് മാധവിയുടെ കൂടെ പോയി താമസം തുടങ്ങുന്നു. മാധവിക്ക് അഗാധമായ സ്നേഹമായിരുന്നു കോവലനോട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരങ്ങനെ ജീവിക്കുകയാണ്. മറുവശത്ത് കണ്ണകി ഭർത്താവിനെ പ്രതീക്ഷിച്ചും ജീവിക്കുന്നു. മാധവിയും കോവലനുമായി വളരെ സന്തോഷകരമായ ദാമ്പത്യമാണ് നടത്തിയിരുന്നത്. അവർക്കൊരു പെൺകുട്ടി ജനിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് മണിമേഖല. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു പാട്ട് മത്സരം, ഒരു നൃത്ത മത്സരം, ആ മത്സരത്തിന്റെ ഇടയിൽ വെച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ശരിയായ ധാരണകളോ ഒക്കെ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ
ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ വഴക്കാകുന്നു. അങ്ങനെ ആ വഴക്കിന്റെ ഭാഗമായിട്ട് കോവലൻ മാധവിയെ ഉപേക്ഷിക്കുന്നു. പിന്നീട് തിരിച്ച് കണ്ണകിയുടെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു. സത്യസന്ധമായ പ്രണയമായിരുന്നു മാധവിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോവലൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം മാധവി തൻ്റെ നൃത്തവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു. അതിനുശേഷം പിന്നീട് അവര് നൃത്തം ചെയ്തിട്ടില്ല. അതിനുശേഷം അവര് ബുദ്ധമതം സ്വീകരിക്കുകയും ഒരു സന്യാസിയുടെ രൂപത്തിൽ ജീവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ പൊതുവെ മാധവിയെ ഒരു വേശ്യാസ്ത്രീ എന്ന നിലയിലാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്നാണ് ചരിത്രം പറയുന്നത്. കോവലനാണ് മാധവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മാധവിയുടെ കൂടെ പോയത്. അവസാനം അയാൾ ഒരു മകൾ ഉണ്ടായതിനു ശേഷം ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാധവിയെ ഉപേക്ഷിക്കുകയും, അല്ലെങ്കിൽ ശരിയായ ധാരണകളായിരിക്കാം, എന്തു തന്നെയായാലും ഒരു വഴക്കിന്റെ അടിസ്ഥാനത്തിൽ മാധവിയെയും മകളെയും ഉപേക്ഷിച്ചിട്ട് തിരിച്ച് കണ്ണകിയുടെ അടുക്കലേക്ക് പോവുകയാണ്. ഇവിടെ രണ്ടു സ്ത്രീകളും ശരിയാണ്. തെറ്റ് കോവലന്റെ ഭാഗത്ത് മാത്രമാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരുന്ന കണ്ണകി വളരെ സ്നേഹത്തോടു കൂടി ഭർത്താവിനെ സ്വീകരിക്കുന്നു. ഭർത്താവിന്റെ തെറ്റ് പൊറുക്കുന്നു. പക്ഷെ ആ സമയം കോവലന്റെ വ്യാപാരമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കാരണം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അയാള് മാധവിയുടെ കൂടെ പോയത്. കണ്ണകിയുടെ സമ്പത്തുകളും നഷ്ടപ്പെട്ടിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് കോവലൻ പോയിരുന്നു. കണ്ണകിയുടെ സമ്പത്തും നശിപ്പിച്ചിരുന്നു. അങ്ങനെ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്ന നിലയായി. അങ്ങനെ കോവലൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും, നമ്മൾ എങ്ങനെ വ്യാപാരം ചെയ്യും എന്ന് കണ്ണകിയോട് ചോദിക്കുമ്പോൾ ഭർത്താവിനെ സഹായിക്കുന്നതിനായി കണ്ണകി തൻ്റെ ചിലമ്പ്, തൻ്റെ കാലിൽ 2 ചിലമ്പുകൾ ഉണ്ടായിരുന്നു, അതിലൊരു ചിലമ്പ് എടുത്തിട്ട് കോവലന്റെ കയ്യിൽ കൊടുക്കുന്നു. കോവലൻ ആ ചിലമ്പ് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുക്കൽ വിൽക്കാനായി കൊണ്ടുപോകുന്നു. കോവലൻ ഈ ചിലമ്പ് സ്വർണ്ണപ്പണിക്കാരന്റെ അടുക്കൽ വിൽക്കാനായി കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗത്തോടു കൂടി 4ാം തിരുവുത്സവത്തിലെ തോറ്റംപാട്ട് അവസാനിക്കുന്നു. ഇതാണ് 2026 ഫെബ്രുവരി 26-ാം തീയതി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 4ാം തിരുവുത്സവ ദിവസം തോറ്റംപാട്ട് എന്ന നിലയിൽ പാടുന്നത്. ഭഗവതിയുടെ ജീവിത ചരിത്രമാണ്. ഇനിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലാണ് പാടുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് സാധാരണ മനുഷ്യരെപ്പോഴും മാധവി എന്ന വേശ്യാസ്ത്രീ അല്ലെങ്കിൽ മാധവി എന്ന നർത്തകിയുടെ കൂടെ കോവലൻ പോയി കണ്ണകിയെ ഉപേക്ഷിച്ചിട്ട് എന്ന് പറയും. മാധവിക്ക് എന്ത് സംഭവിച്ചു എന്ന് പലരും പറയുന്നില്ല. മാധവിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് പലരും അറിയുന്നില്ല. അതുകൊണ്ടാണ് കണ്ണകി ഒരിക്കലും മാധവിയെ ഒന്നും ചെയ്യാതിരുന്നത്. സ്വർണ്ണപ്പണിക്കാരനെ വധിച്ച കണ്ണകിക്ക് വേണമെങ്കിൽ മാധവിയെ വധിക്കാമായിരുന്നു, മാധവിയോട് ദേഷ്യം തോന്നാമായിരുന്നു. പക്ഷെ കണ്ണകി ഒരിക്കലും മാധവിയെ ഉപദ്രവിച്ചില്ല. അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കുട്ടിയുണ്ടായ ആ പെൺകുട്ടിയെയും ഭാര്യയെയും ഉപേക്ഷിച്ചിട്ടാണ്, അതായത് മാധവി എന്ന സ്ത്രീയെയും കുട്ടിയെയും ഉപേക്ഷിച്ചിട്ട് കോവലൻ തിരിച്ചു വീണ്ടും കണ്ണകിയുടെ അടുക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ കണ്ണകി വളരെ സ്നേഹത്തോടു കൂടി ഭർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യും. മറുവശത്ത് മാധവി തൻ്റെ പ്രാണവായു പോലെ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ നൃത്തത്തെ, താൻ ഉപാസിച്ചു കൊണ്ടിരുന്ന തൻ്റെ നൃത്തത്തെ
തൻ്റെ സമ്പത്തിനെ എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ചിട്ട് ബുദ്ധമതം സ്വീകരിക്കുകയാണ്. കോവലൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം മാധവി ഒരിക്കലും നൃത്തം ചെയ്തിട്ടില്ല. മാധവിയുടെ അടുക്കലേക്ക് കോവലൻ വന്നപ്പോൾ കണ്ണകിക്കുണ്ടായ വേദന അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കഥയിലൂടെ സ്ത്രീകളുടെ മാനസികാവസ്ഥയാണ് ഇളങ്കോവടികൾ ഉയർത്തിക്കാട്ടുന്നത്. സ്ത്രീകൾക്കുണ്ടാകുന്ന മനസ്സിന്റെ നന്മ, അവരുടെ മനസ്സിന്റെ ധൈര്യം, അവരുടെ മനസ്സിന്റെ നൈർമല്യം. രണ്ടു സ്ത്രീകൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കോവലൻ എന്ന ആളിന്റെ പ്രവൃത്തിയാൽ രണ്ടു സ്ത്രീകൾക്കാണ് ദുഃഖമുണ്ടായിരിക്കുന്നത്. ഇവര് രണ്ടുപേരും കോവലനെ അഗാധമായി സ്നേഹിച്ചിരുന്നു. കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖല ബുദ്ധമത കൃതികളിൽ നമുക്ക് കാണാവുന്നതാണ്. മണിമേഖലയെ പറ്റി കപ്പൽ ചുരുക്കിൽപ്പെട്ട, അതായത് സമുദ്രത്തിൽപ്പെട്ട് അപകടം സംഭവിക്കുന്ന ആളുകളെ രക്ഷിക്കുന്ന ദേവത എന്ന നിലയിൽ, ആ നിലയിലാണ് പിന്നീട് മണിമേഖലയെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാളത്തെ ദിവസം, അതായത് 2026 ഫെബ്രുവരി 26 നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ചിന്ത, അത് കണ്ണകിയുടെ ദുഃഖം. തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവ്, ആ സമയത്ത് കണ്ണകിക്ക് എത്രത്തോളം ദുഃഖമുണ്ടായി എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. കണ്ണകിയുടെ അഗാധമായ ദുഃഖത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരണം. കണ്ണകിയെ ആശ്വസിപ്പിക്കണം, ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ ഉപദേശിക്കണം, പ്രാർത്ഥിക്കണം കണ്ണകിയുടെ കൂടെ ഇരുന്ന്. പിന്നീട് നമ്മൾ ഒരു കാഴ്ചക്കാരാണ്. അവിടെ കോവലനും മാധവിയുമായിട്ടുള്ള ജീവിതം. അവർക്കൊരു പെൺകുട്ടി ജനിക്കുന്നു. പിന്നീടൊരു നൃത്ത മത്സരം നടക്കുന്നു. ആ നൃത്ത മത്സരത്തിന്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു ശരിയായ ധാരണ, എന്തുമായിക്കോട്ടെ, ഒരു വഴക്കുണ്ടാകുന്നു. ആ വഴക്കിന്റെ ഭാഗമായി കോവലൻ മാധവിയെയും കൊച്ചുമകളായ മണിമേഖലയെയും ഉപേക്ഷിച്ചിട്ട് കണ്ണകിയുടെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു. സന്തോഷത്തോടുകൂടി കണ്ണകി തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുന്നു. ജീവിക്കാൻ മാർഗമില്ല, ബുദ്ധിമുട്ടാണ്. കണ്ണകി ചിലമ്പൂരി കോവലന്റെ കയ്യിൽ കൊടുക്കുന്ന ആ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ആ ചിലമ്പുമായി നടന്നു പോകുന്ന കോവലനെ നിങ്ങൾ കാണണം. ആ സ്വർണ്ണ വ്യാപാരിയുടെ കൈകളിലേക്ക് ആ ചിലമ്പ് വെച്ചു കൊടുത്തിട്ട് പണം ആവശ്യപ്പെടുന്ന കോവലനെയും നിങ്ങൾ കാണണം. മറുഭാഗത്ത് താൻ ഇത്രയും കാലം പരിശീലിച്ചു കൊണ്ടിരുന്ന, ഈശ്വരന് തുല്യമായി കണ്ടുകൊണ്ടിരുന്ന തൻ്റെ നൃത്തത്തെയും താൻ ആ നൃത്തം കൊണ്ട് സമ്പാദിച്ച സമ്പത്തിനെയും ഉപേക്ഷിച്ചിട്ട് സന്യാസവേഷം സ്വീകരിച്ചുകൊണ്ട് സുന്ദരമായ ആ തലമുടി മനോഹരമായി അലങ്കരിച്ച് പൂക്കൾ ചൂടി കെട്ടിവെച്ചിരുന്ന ആ തലമുടി മുഴുവൻ മുറിച്ചു കളഞ്ഞ് ഒരു തലമുണ്ഡനം ചെയ്തിട്ട് സന്യാസവേഷം സ്വീകരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ കൊച്ചുമകളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മാധവിയെയും നിങ്ങൾ മനസ്സിൽ കാണണം. എല്ലാം കണ്ടും അറിഞ്ഞും നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു നിസ്സംഗമായ ഭാവം. ആരാണ് ശരി, ആരാണ് തെറ്റു ചെയ്തത്? ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവരവരുടേതായ ശരികൾ കാണും. ഇവിടെ നിങ്ങൾ ആരെയും വിധിക്കേണ്ടതായിട്ടില്ല. കാരണം കണ്ണകി പോലും മാധവിയെ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം സർവേശ്വരന് വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമയോടുകൂടി നിന്ന്, നിസ്സംഗമായ ഭാവത്തോടു കൂടി നിന്ന്, ഇനി വരാൻ പോകുന്ന ആ കൊടുങ്കാറ്റിനെ സ്വീകരിക്കുവാനുള്ള മാനസികമായ കരുത്തു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാം.
നാളത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം ഞാനിവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ആദ്യം വിളക്ക് തെളിയിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ എന്ന നാമം 7 തവണ ജപിക്കണം. അതിനുശേഷം ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായം ശ്ലോകം 587 ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ എന്ന് 108 തവണ ഏറ്റവും കുറഞ്ഞത് ജപിക്കണം. അല്ലെങ്കിൽ 1008 തവണ, 1,00,008 തവണയൊക്കെ ജപിക്കാവുന്നതാണ്. അഭയം ചോദിച്ചു വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. ഈ മന്ത്രം ആറ്റുകാൽ ദേവീക്ഷേത്രം 4-ാം തിരുവുത്സവം അന്നേ ദിവസം നിങ്ങൾ ജപിക്കേണ്ടതാണ്. ഈ കഥ അന്നേ ദിവസം ഓർക്കേണ്ടതാണ്. മാധവിയുടെയും കണ്ണകിയുടെയും മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. നിസ്സംഗമായി നോക്കി നിന്നുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിക്കണം. എല്ലാം കണ്ടും കേട്ടും കൊണ്ട് കണ്ണകിയുടെ കൂടെ നിങ്ങൾ ഇരിക്കുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ മനസ്സ്. വരാൻ പോകുന്നത് വലിയ കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റിനെ സ്വീകരിക്കുവാനുള്ള മാനസികമായ കരുത്തും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരയണമേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. എത്ര പേർക്ക് കണ്ണകി ദേവിയുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഇടണം. ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതി തന്നിരിക്കുന്ന ഈ നാമം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണോ കണ്ണകി ദേവിയുടെ കൂടെ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.